കാർ വാഷിംഗ് കൊണ്ടാ നല്ല ടൈം എടുക്കും. എനിക്ക് എന്തെപ്പോഴും വയ്യ. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇതാണ് റിയൽ പോലീസിൻ്റെ കണ്ട പോലീസ്. എടാ പോലീസ് ആയാലാ? എടാ സൈറൺ ഇല്ലടാ. അതാണ് അടുത്ത ലൊട്ടായി പോയത്. വണ്ടി മറ്റേ ഇതില്ല, മറ്റേ സൈറൺ ഉണ്ടല്ലോ, മറ്റേ ക്യൂ അല്ല മറ്റേ എന്നും പറഞ്ഞിട്ട് മറ്റേ മുഴങ്ങ ശബ്ദം ഉണ്ടല്ലോ, അതിൻ്റെ ഇല്ല. ഇത് ഫുൾ ബണ്ടിൽ. എടാ ഫുൾ ബണ്ണിനെക്കാലി ഒരു ഒറ്റ ഉടുപ്പാണ്ടതല്ല. നിങ്ങൾ തന്നെ പറ ചാറ്റെ. സീരിയസ്ലി ഒരു ഉടുപ്പല്ലടാ ഒരു ഫുൾ ബണ്ടിലിനെക്കാളും നല്ലത്. എടാ പോലീസ് ആവാം ചാറ്റെ. ഞാൻ CPM പോലീസ് ആയിട്ടുണ്ടേ. ഞാൻ CPM പോലീസ് ആവുന്നു. തൊപ്പി തൊപ്പിക്കടാ. ഞാൻ തൊപ്പിക്കണ പോലീസാണ്. എടാ മീശ കണ്ട ഡിറ്റക്റ്റീവ് സിംഗം അല്ല. എനിക്ക് താടി വയ്ക്കണം. പോലീസിന് താടി വെച്ചൂടാ. അയ്യോ അത് ശരിയാണല്ലോ. പോലീസിന് താടി വെച്ചൂടല്ലോ. ഇത് താടിച്ചത് പോലീസല്ല, കള്ളനാണ്. പോലീസ് താടി വയ്ക്കാറില്ല. ഇല്ല. എടാ ഇനി എന്നാ എനിക്ക് ഷൂ ഒക്കെ മാറ്റിട്ട് എന്തൊരു ബൂട്ട്. എടാ ഞാൻ പോലീസാണ്. ഇനി എൻ്റെ അടുത്ത് മുട ഇറക്കിയ കുണ്ണെ പിടിച്ച് കറക്കും കേട്ടല്ലേ. കാര്യം പറയാല്ലേ, ഞാൻ പോലീസാണ്. റിച്ച് പോലീസാണ്. കാര്യം പറയാല്ലേ. ലൊട്ടത്തിനെ കാണിച്ചോണ്ടല്ലേ അവിടെ. ഒരു ഫിയർ വേണം അടുത്ത് വരുമ്പം. ഒരു ഫിയർ മനസ്സിലായില്ലേ? അടുത്ത് വരുമ്പോൾ കുണ്ണ കറക്കണം. അത്രയും ഫിയർ വേണം, മനസ്സിലായില്ലേ? ലൊട്ടത്തിനെ കാണിക്കല്ലേ. ഫുള്ള് ഭയങ്കര ബ്ലാക്ക് ഇത് കിടക്കത്തില്ല. ഗ്ലോസ് കിടന്നു ഫുള്ള് ബ്ലാക്കായിട്ട് കൊണ്ട് പോലീസുകാരൻ സിറ്റിയിലോട്ട് ഇറങ്ങിട്ട് എനിക്ക് മൾട്ടിപ്ലെയർ പോകണം. മൾട്ടിപ്ലെയർ ലൊട്ടത്തര പോയില്ലല്ലോ. മൾട്ടിപ്ലെയർ പോകണോ? സിംഗിൾ പ്ലെയർ പോകണോ മൾട്ടിപ്ലെയർ പോകണോ? മൾട്ടിപ്ലെയർ പോയാലാ? മൾട്ടിപ്ലെയർ ആരെങ്കിലും ഓൺലൈൻ ഉണ്ടോ അങ്ങോട്ട്? സൈറൻ്റെ സാധനോടാണ് വരുന്നത്. അതിന് ലൊട്ട 1000 കോയിൻ. അതുണ്ടാക്കാം. അത് കുറച്ച് സമയം എടുത്ത്. ഈ പൈസ കോയിനാണ് കൂടുതലായിട്ടും വേണ്ട. ഒരുത്തനും ഓൺലൈനില്ല ചാറ്റ്. മേടി വേണ്ട ഇവൻ ഇവിടെ കാണിച്ചത്. കാട്ടറവി ഇല്ല, ഓഫ്ലൈനാണ്. അപ്പോൾ സിംഗിൾ പ്ലെയർ പോകാം. അപ്പോൾ സിറ്റിയിൽ ഇങ്ങനെ സാധനം പോകാൻ പോലെ. കാര്യം പറഞ്ഞത് സിറ്റിയിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും അതിക്രമങ്ങൾ നടക്കണമെന്ന് നോക്കാം. വല്ല അതിക്രമം നടക്കണോണ്ട് അവനെ കുണ്ണെ ഇടി ഇടിച്ചിട്ട് എന്തുടാ കുണ്ണ നിനക്ക് സീനാണോ കുണ്ണെ? പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ സിറ്റിയിൽ. പോലീസ് സ്റ്റേഷൻ ഉണ്ട് സിറ്റിയിൽ. പോലീസ് സ്റ്റേഷൻ ട്രാഫിക് പീപ്പിൾ ഡൈനാസ്റ്റിയും ഈ 2 ഗുണം എനിക്ക് ഉണക്കണം. ഈ ഗ്രാഫിക്സിൽ പോയിട്ട് ഇത് പിന്നെ ട്രാഫിക് പീപ്പിൾ ഡൈനാസ്റ്റി ഇത് 1000 ഒരു സെക്കൻഡ് വെയിറ്റ് ആക്കണേ. ആ ഗുണം ഇത് വരും. അവരുണ്ട് വരുന്നുണ്ട്. വണ്ടി തൊട്ട് ഉണ്ണ ഇടിക്കും. പോലീസ് അഡ്വൈത് DTR Pro. ഹായ്ടാ. ഓക്കെ ഞാൻ എൻ്റെ മറ്റേ ഇതെവിടെ? എടാ ഇതിൽ പോലീസ് സ്റ്റേഷൻ എവിടെ? എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. എൻ്റെ മറ്റേ പോലീസുകാരന്മാരെവിടെയാണോ? പോലീസ് സ്റ്റേഷൻ സിറ്റി പോലീസ് സ്റ്റേഷനില്ല. സിറ്റിയിലെ കുന്നാണ് കൂടുതലായിട്ടുള്ളത്. ഏട്ടാ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ ചാറ്റെ. ഞാൻ ഇപ്പം പോലീസുകാരനാണ്. മുട ഇറക്കിയ കാര്യം പറയില്ല, കുണ്ണ കലങ്ങൾ. ബ്രോ ലാഫ് വരില്ലേ? എന്തൊരു ലാഫ് വരില്ല എന്നാ? എടാ എനിക്ക് എന്തായാലും വണ്ടി തരണം. ആദ്യം കാണിച്ചില്ല. എനിക്ക് കണ്ടല്ല. ലാഗുണ്ടാ? എനിക്കില്ലെന്ന് തോന്നുന്നു. എനിക്ക് പോലീസ് കണ്ടല്ല. ഉടുപ്പ് കണ്ടല്ല. പോലീസ് എനിക്ക് ഏവരെങ്കിലും പിടിച്ചൊന്ന് വരട്ടിട്ട്. ഇവിടെ ഒരുത്തനും ഇല്ലേ? ഒരുത്തനെ കാണാനല്ലോ. ആരെങ്കിലും ഒന്ന് വാടാ. അവിടെ ഒരുത്തനെ കാണാല്ലേ. പോലീസ് ഇവിടെ നിൽക്കുമ്പോൾ നീയൊക്കെ പൈസ എടുക്കാം, പ്രോഫിറ്റും എടുക്കാം. എടാ ഇത് കൈക്കൂലിയൊന്നും അല്ല. നമ്മളാ ബിസിനസ് പങ്കാളികളാണ്. പോലീസിന് ബിസിനസ് പങ്കാളിത്തം പാടില്ലൊന്നുമില്ലല്ലോ. ഇങ്ങനെയൊന്നും പറയല്ലേ കേട്ടല്ലേ. ലൊട്ടത്തരം പറയല്ലേ. ഇവിടെ ഒരുത്തനെ കാണാല്ലേ. ഇതിൽ പിടിച്ച് 2 വിരട്ട് വിരട്ടായിരുന്നു മയിലിനെ. അവിടെ എടാ നീ ഇറങ്ങുമ്പോൾ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ ലോട്ട്. എടാ നീ ഇപ്പോൾ എവിടെ ആയിരുന്നടാ? നിങ്ങളെന്ത് 3 ഗ്യാങ് ആയിട്ടിരിക്കണ? എന്തിനീ കഞ്ചാവണ? മാറിക്കാട്ട് എന്തിന് ഇതിൻ്റെ പോകത്തില്ല? എന്തിനാണ്
നീ ആരാണ്? ഈടാ നിൽക്കടാ, നിന്നെ കണ്ടാലോ നീ മുടി വളർത്തിയേക്കണം. എനിക്ക് എന്ത് മുടി വളർത്തിക്കണം? എടാ ഇവിടെ പോലീസ് ഒന്നും കണ്ട നിനക്ക് പോലീസിനെക്കാളും പൊക്കോ? എടാ എനിക്ക് പൊക്കോ ഇല്ലേ? എടാ ഇവ ഏറില്ല നിൽക്കണ. എടാ അവ ഏറെ നിൽക്കാണ്ടാ. എന്താടാ നീ ഏറിക്കണ? വരാതി നിൽക്കേ. എന്താടാ നിൽക്കണം അവിടേക്ക്? പോലീസ് വന്നാണ്ടാ? എടാ നിനക്ക് പോലീസിന് ഭയമില്ല. നിന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയിട്ട് രണ്ട് കറക്കിയാൽ നിൻ്റെ എല്ലാം കൂടെ തിരിഞ്ഞിരിക്കും. നിനക്ക് റെസ്പെക്റ്റ് വരും. എടാ എൻ്റെ മെമ്പേഴ്സ് ഗ്യാങ് മറ്റേ പോലീസുകാരന്മാരെ കണ്ടോ നിന്നെ കൂട്ടമായിട്ട് പോയിട്ട് ഇരിക്കുന്നു. അയ്യോ നീ എവിടെ നടന്ന് പോണ്? നിന്റെ തന്ത ഇരിക്കണം ഇതിൻ്റെ അകത്തോട്ട്. എവിടെ പോണ് നീ? എടാ ഇവിടെ വഴിയില്ല. എവിടെ പോണ്? എടാ നിൽക്കടാ. എടാ എവിടെ പോണ് നീ? അവിടെല്ലോട്ടെ എനിക്ക് ഒരുത്തനെ മൊത്തം അവയേതാ എടാ അഞ്ചാമണം നിങ്ങോട്ട് കണ്ട. ആദ്യം അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് കിടക്കണം. എടാ എന്താ രണ്ടുപേരും അവിടെ നിൽക്കണ? എന്ത് സംഭവം? അല്ല എന്തിനാ സംസാരിക്കുന്നു? പോലീസ് അടുത്തുനിന്നുള്ള ഉണ്ടെന്നൊരു എനിക്ക് എവിടെ പോണ നീ? നീക്ക് എന്തിനു സംസാരിച്ച? പോക്കറ്റ് എന്തിരി? എടാ ഇവർക്ക് ഭയങ്കര പൊക്കോടാ. എടാ കാര്യം ഇവന്മാർക്ക് ഭയങ്കര പൊക്ക. എനിക്ക് പൊക്കോ ഇല്ലേ? എടാ എടാ എനിക്കെന്ത് ഇവന്മാരെ അടുത്തേക്കുമ്പോൾ ഞാൻ പൊക്കോ ഇല്ലടാ എനിക്ക്. എടാ അവിടെ പൈസ പെട്ടി മറേ എനിക്ക് അത്ര 52,000 രൂപ. എടാ ഇപ്പം പൈസ എത്രയായി? 78,50,000 രൂപയായി. ഇനി 78 ലക്ഷം. എത്ര? കുറച്ച് ഒരു 30 ലക്ഷം. 30 ലക്ഷം വേണോ? 28,50,000. 28,50,000 കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കോടിപതിയാവും. CPM 2 കോടിപതിയാവും. റെഡ് ഫോക്സ് കാര്യം പറയില്ല. എടാ എന്ത് ചെറിയൊരു ലൊട്ടലാകു പോലെ കേട്ടോ ആ ചാറ്റ്. സീരിയസ്ലി എനിക്ക് എടാ നിൽക്കേ. നിന്നെ കണ്ടാലേ അറിയാം എന്തിനാ വശപ്പശമുള്ള ആളാണല്ലേ. എൻ്റെ തലയിൽ എന്തൊരു തൊപ്പി തന്നെ. അതാ തൊപ്പിന് അതെന്തിനാണ്? കൂളാണ് എന്തിനാണ് നിൽക്കവിടെ കുണ്ണേ? എടാ ഇവനൊന്നും ഒരു അനുസരണയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരന്മാരെ മറ്റേ എന്തൊരു സഹജോലിക്കാരെ വിളിച്ചോണ്ട് വരട്ടെ. ഇവിടെ കുറേ എണ്ണം മുടിയും വളർത്തി എന്തൊക്കെ പൊക്കവും കൂട്ടി നടക്കണം. കാര്യം പറയാല്ലേ. എടാ ഇവനൊക്കെ ഇത്ര പൊക്ക. എനിക്ക് മാത്രം പൊക്കം ഇല്ലാത്ത. ജിമ്മിൽ പോകണം ചേട്ടാ, ജിമ്മിൽ പോയിട്ട് മറ്റേ പൊക്കണം. കാര്യം പറയല്ല. ലൊട്ട തന്നെ നടക്കണം. ലോട്ട. എടാ ഞാൻ വരട്ട് വന്നിട്ട് നിന്നെ ഞാൻ തീർക്കുന്നു. കാര്യം പറയല്ലേ. എനിക്ക് മാർട്ട് ഇവിടെ നിൽക്കണം. പെട്ടെന്ന് പോകണം. കണ്ടില്ല പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ. അവിടെ CPM മറ്റേ ഇവിടെ ഇങ്ങോട്ട് പോകാം. സിറ്റി 2 അല്ലേ? സിറ്റിയിലോട്ട് പോകാം. ഇതാരി ഇവനൊക്കെ എന്ത് പൊക്ക ഈ കുണ്ണൊക്കെ. എടാ ഇവൻ എൻ്റെ ഒക്കെ ഉള്ളു. എടാ നിൽക്കടാ. എടാ പോലീസ് ഒന്നാണ്ടില്ല. നീ എന്തിലോ എടാ നിനക്ക് അനുസരണ ഇല്ല. നിനക്ക് നിനക്ക് പഠിപ്പിച്ചതില്ല അനുസരണ. ഇതാര്? ഇവനൊക്കെ പൊക്കോടാ നിങ്ങൾ. എടാ ഞാൻ വളഞ്ഞു പോടാ. ഇത് എന്ത് ലൊട്ടയാടാ. ഇവൻ്റെയൊക്കെ പൊക്ക നിങ്ങൾ കണ്ടാ. ഇപ്പം തന്നെ എനിക്ക് ജിമ്മിൽ പോകണം. എനിക്ക് മോട്ടിവേഷൻ കിട്ടിയടാ. കാര്യം പറയല്ലേ. ഈ ലൊട്ട കളഞ്ഞതിൽ എങ്ങനെ ഇടിക്കും? ചാടി ഇടിക്കൂ. ഇതെന്ത് ലൊട്ട. മറ്റേ ക്യാരക്ടറൈസിൽ മറ്റേ ഈ വിഷയം കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. അത് മച്ചോണ്ടിരുമ്പോൾ അവർ കണ്ടെത്തി പേടിക്കും. എടാ നിൽക്കുക. ഗെയിമിൻ്റെ സൗണ്ട് കൂടി കേൾക്കണം. 1 സെക്കൻഡ് വണ്ടി. ഇല്ല ആവശ്യത്തിനേ ഉള്ളൂ. കണ്ടീഷണലി ഡ്രിഫ്റ്റ് പോർ 30 മീറ്റേഴ്സ്. ഇതാണ് ഡ്രിഫ്റ്റ് അവൻ്റെയൊക്കെ. എടാ ഈ ഗെയിമിന് ഇങ്ങനത്തെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രിഫ്റ്റ് അടിക്കാൻ നോക്കുമ്പോൾ കൂടുതൽ ഡ്രിഫ്റ്റ് ആവില്ല. അവന്മാർ പറയും ഡ്രിഫ്റ്റ് അല്ല, ഇത് വണ്ടി വളച്ചെടുത്തതാണെന്ന്. മനസ്സിലായില്ലേ? ഇത് കണ്ട ഇപ്പം ഞാൻ എന്തിനാണ് ചെയ്തത്? ഞാൻ കണ്ടില്ലെന്ന് പറയില്ല. അവസാനം ഇല്ലേ പറയും ലൊട്ട ഞാൻ എന്തെങ്കിലും ചെയ്തത്. നിങ്ങൾ കണ്ടല്ല. എടാ എൻ്റെ മറ്റേ കൂട്ടുകാരന്മാരെ അടുത്തോട്ട് പോട്ട്. ട്രാഫിക് ജാമാ. ഈ പോലീസ് ഫോക്സോളുടെ അടുത്ത് ട്രാഫിക് ജാമാ. ഇതെന്ത്? ഇറങ്ങടാ അവിടെ നിന്ന്. വരാതി മോനെ. നീ എന്ത് എടാ കറുത്ത കാറിട്ട ഈ കറുത്ത കാറിൽ. എടാ ഈ കറുത്ത കാറിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല. എടാ ഓറഞ്ച് കാറ് കുണ്ണയോളി. എടാ നിനക്കെന്ത് വട്ടാ ലൊട്ടെ. എടാ ട്രാഫിക് നിയമം തെറ്റിച്ചതിനെ അവൻ്റെ തന്തയുടെ പേരിൽ ഒരു 100 രൂപ എഴുതി കൊടുക്കാം. എനിക്കേ ഇവന്മാർ കണ്ട ആ ഒരു ഒറ്റ ലൊട്ട കാരണം സംഭവിച്ച കാര്യം കണ്ട. ഇത്രയും പേരെ വഴി മുടങ്ങി, ഇത്രയും പേരുടെ സമയം മുടങ്ങി.
ചിലവന്മാർ ഭാര്യയെ കാണാൻ പോവുമായിരിക്കും, ചിലവന്മാർ രണ്ടെണ്ണം അടിക്കാൻ പോവുമായിരിക്കും, ചിലവന്മാരെന്തിനാണ് ജോലിക്ക് പോവുമായിരിക്കും, ചിലവന്മാരെന്ത് മറ്റേ PSC പരീക്ഷയ്ക്ക് പോവുമായിരിക്കും. അവന്മാരെല്ലാം ഇത് സമയം വൈകിപ്പിക്കാനായിട്ട് ലൊട്ടേരം അവിടെ വണ്ടി ഇങ്ങോട്ടിട്ട് വണ്ടിയായിട്ടിരിക്കണം. നിൽക്കുക അവനെ ഇപ്പം ഞാൻ നോക്കിയോ, എനിക്ക് അവനെ വണ്ടി കൊണ്ട് അവനെ വണ്ടി ഞാൻ ഇടിച്ച് പറത്ത് നോക്കിയോ ലോട്ട. എനിക്ക് വെയിറ്റ് ആകെ നാടിൻ്റെ സംരക്ഷണത്തിനാണ് നമ്മൾ ആദ്യം മുഖ്യ പങ്ക് വഹിക്കേണ്ടത്. ഇപ്പോൾ കണ്ടോ എനിക്ക് അവൻ്റെ വണ്ടി എല്ലാം കൂടെ നീ പോ വേണ്ട ആ കുണ്ണേനെ ഞാൻ എടാ പോടാ. ഓയ്യോ എടാ രണ്ട് വഴി പൊയ്യോ. എടാ നാടിനെ സംരക്ഷിക്കുന്നു. കണ്ട ട്രാഫിക് ജാം ഒഴിവാക്കി. എടാ എല്ലാവരുടെ ഇൻസ്റ്റ ഒരു പോസ്റ്റ് ഇട്ടേ കേട്ടോ. ട്രാഫിക് ജാം രക്ഷപ്പെടുത്തി നാടിനെ സംരക്ഷിച്ച കുറുക്കൻ ഫോക്സ് ഇവിടെ നാടിൻ്റെ രക്ഷ എന്ന് പറഞ്ഞിട്ട്. എടാ എന്തോരം ജനങ്ങളെ ജീവനാണ് ഇപ്പോൾ രക്ഷിച്ച, ഉണ്ണയാണ് കാര്യം പറ. നിങ്ങളെന്നെ പറ. അവിടെ എത്ര പേരെ ഇപ്പോൾ അവർ ചിലമാർ ഡിന്നറിന് പോയിരിക്കും, ഭക്ഷണം കഴിക്കാൻ പോയിരിക്കും, ചിലമാർ സിനിമ കാണാൻ പോയിരിക്കും, ചിലമാർ എന്തിനാണ് ആറാട്ട് കാണാൻ പോയിരിക്കും, ചിലപ്പോൾ മറ്റേ DRS പോയ മറ്റേ പേരെന്തായിരുന്നു റൈസ് അവൻ്റെ പുതിയ പടമുണ്ടല്ലോ അത് കാണാൻ പോയിരിക്കും. സമയം വൈകിയ തിയേറ്ററിൻ്റെ അവിടെ പോയി പറയത്തുണ്ടോ, ലൊട്ടത്തരം പറയത്തുണ്ടോ? എടാ പോടാ അടുത്ത ഇവനെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ ഇടാം. എടാ കണ്ട അടുത്ത ജനങ്ങളെ വഴി മുടക്കി. നിന്നെ ഞാൻ നോക്കിയോ. എടാ നീയൊക്കെ നിൽക്കേ ഈ ലോട്ട കൂണേനെ ഞാൻ നോക്കി. നിൻ്റെ അവസാനം ഉണ്ടാ, നിൻ്റെ അവസാനമാണ് കൂണേ. നീ നോക്കി നിന്നെ ഞാൻ നോക്കൂ. പരിസ്ഥിതി തെറ്റായിട്ടുള്ള സാധനം കണ്ട. എടാ റോട്ടിൽ തൊട്ടടുത്ത് പോലീസ് നിൽക്കുമ്പോൾ നീ പരിസ്ഥിതിക്ക് തെറ്റായി വിരുദ്ധരായിട്ടുള്ള സാധനം കാണിക്കണം. എനിക്ക് മാറട്ടെ നിന്നെ. എടാ മാറാ. എടാ ഇവനെ ഒന്ന് ഇടിക്കാം. നിന്നെ പോലീസ് എന്താണ് ആ ഒരു മര്യാദ വേണം, മനസ്സിലായില്ലേ? പോ എന്തൊരു പിന്നെ ഇവിടെ അത് മതി. എല്ലാം മറ്റേ പുതുതായിട്ടൊന്നും വേണ്ട. പോ. റോഡ് ഇങ്ങനത്തെ സാധനമൊന്നും കാണല്ലേ. വീട്ടിൽ പോകാൻ നോക്ക്. എന്തരി വീണ്ടും അവൻ്റെ പിന്നാലെ പോണാ. വീട്ടിൽ പോ. എടാ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഭയങ്കര പാടുള്ള കാര്യം തന്നെ. എടാ കാര്യം പറയലപ്പോൾ കണ്ട. എടാ അടുത്ത എടാ എനിക്കെൻ്റെ പോലീസ് മറ്റേ പങ്കാളികൾ അവർ സഹസഹായികളെ പോയി എടാ ഇതെന്ത് പുതിയ ലൊട്ടേടാ എടാ ഒന്നാമത് ഇവന്മാർക്ക് ഈ ലൈസൻസ് കിട്ടിയ എന്തിനാണ് വളച്ച് വഴിയൊക്കെ തിരിഞ്ഞ് പോകണ്ടേ? നീ ഒരു റോട്ടിൽ കൂടെ പോവാടാ. എടാ ഒരുപാട് ഈ മറ്റേ വണ്ടി ഇങ്ങനെ സീനാവണം. ഞാൻ തിരിച്ചു വെച്ചാൽ ഞാൻ മറ്റേ സിറ്റി 2 പോയിട്ട് എൻ്റെ പങ്കാളികളെയും കൂടെ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അവന്മാർ വരുമ്പോൾ കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടുമല്ലേ. ഒരാളെ മാത്രം ലൊട്ടത്തന്നെ നടക്കൂല. പോ നിന്നടാ നോക്കിയോ. നീ ആദ്യം പോ. നിന്നെ ഞാൻ ഇന്ന് നോക്കിയോ. എടാ എൻ്റെ പുക വേറെ ആണോ? അയ്യോ മഞ്ഞ പുക ലൊട്ട. അയ്യോ ഇതല്ല ഏട്ടാ, എൻ്റെ പുക മാറിപ്പോയ സോറി. മറ്റേ മഞ്ഞ വണ്ടിയായിരുന്നു, അതിൻ്റെ പുകയാണ്. അതിൽ മാറിപ്പോയി. എടാ കുണ്ണെ നീ പോ. ഇനി അവിടെ നിർത്തിയതിനെ പിടിച്ച് ജയിലിടുന്നു. പോടാ. എടാ പോടാ ലൊട്ടെ. എടാ നീയൊക്കെ ആരാണ്? എടാ ഇവനൊക്കെ എന്ത് കാണിക്കണം ചാരി നമ്മളിവിടെ. എടാ നാടിനെ സംരക്ഷിക്കാൻ. എടാ ഞാൻ നിർത്തി നിനക്ക് നന്നായി. ഇടിച്ചിരുന്നതിന് ഞാൻ തീർത്തേനെ. ഞാനേ എടാ ഒന്ന് പോടാ. നിനക്കൊക്കെ ജനസമാധാനം ഇത് എന്ത് കഷ്ടം. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് തോന്നില്ല ഏട്ടാ. ഞാൻ മിക്കവാറും പങ്കാളികളെ വിളിക്കാൻ പോകേണ്ടി വരും. സഹായികളെ മറ്റേ സഹപ്രവർത്തകരെ മറ്റേ കൂടെ ഉള്ള പോലീസുകാരെ വിളിക്കുക. അത് സിറ്റി. എടാ ഇവന്മാർക്ക് ഇത്തിരി വിവരം ഉണ്ടാ. സിറ്റിയിലല്ലേ ഏറ്റവും വലിയ പ്രശ്നം നടക്കണം. അതും സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി സിറ്റി 2 വണ്ടി കൊണ്ട് വെച്ചേക്കണം ലൊട്ടാൾ. വിവരം വേണ്ട ഈ ലൊട്ടക്ക്. കാര്യം പറയാമല്ലോ. ഓടാ ലൊട്ടെ. എടാ ഞാൻ അവിടെ ഒരു കാര്യം ചെയ്യുമല്ലേ ലൊട്ടെ. ഉണ്ടാക്കാൻ പറഞ്ഞ അതിൻ്റെ അടുത്ത് നിന്റെ ഇനി നിനക്കെന്ത്? എടാ സ്മോക്ക് ലൊട്ടേടാ. സ്മോക്കിനി മാറ്റാൻ പോകേണ്ടി വരും കേട്ടോ. കാര്യം പറയാല്ലേ. സ്മോക്ക് ലൊട്ട.
എടാ ഇവരെന്ത് പോവാത്ത ഇവിടെ എടാ ഇതെന്ത് ഇത് ഏത് എടാ ഇത് ട്രാഫിക്കിൽ ഒട്ടത്തരം കാണിക്കണ്ടാ എൻ്റെ അടുത്ത് കുണ്ണത്തരം കാണിക്കണം എനിക്ക് ഇപ്പം നോക്കിയോ എടാ ഈ മറ്റേ അടുത്ത ലൊട്ട നായി എൻ്റെ മോൻ എനിക്ക് എടാ അപരാധി നിൽക്കാൻ ഒരു സെക്കൻഡേ എടാ നീ ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നീ നിൻ്റെ മീഡിയം കുണ്ണെടുത്ത് നിൻ്റെ അടുത്ത് വീണ എന്തിനാണ് ഒരാതി എന്തൊക്ക കാര്യം പറയാം എടാ ഹോൺ അടിച്ചാൽ പോലെ മനസ്സിലായില്ല നീ നിൻ്റെ വണ്ടിയെല്ലാം നിനക്ക് റിവേഴ്സ് എടുക്കാനൊന്നും പറ്റൂലടാ നിൻ്റെ വണ്ടി എല്ലായിടത്തും പോലീസ് തന്നെ പറഞ്ഞെന്ന് വെച്ചാൽ എന്ത് കഷ്ടമാണ് ജനസംരക്ഷണം എന്ത് കഷ്ടപ്പാട് ചേട്ടാ റിയൽ പോലീസിന് ബിഗ് സല്യൂട്ട് കാര്യം പറയല്ലേ കണ്ട കുറേ കുണ്ണാൾ കാണിക്കുന്ന കാര്യം കണ്ട ഈടാ നീയാണ് ആദ്യത്തെ പരനായ നീ കാരണം കൊണ്ട് മൊത്ത സീന എന്നിട്ട് നിൻ്റെ ഓറഞ്ച് കളർ ഇട്ട അപരാധി മച്ചാനെ ഒന്ന് മാറി കേട്ടോ നീ ഇപ്പം എടാ വണ്ടി വേണം റിവേഴ്സ് എടുത്തോ ഞാൻ കൊണ്ട് ഇടിച്ചിട്ട് അവസാനം നിനക്ക് ഇവിടെ നിന്ന് പറ്റൂല അപ്പുറത്തോടെ എടാ സ്മോക്ക് കുണ്ണേ ഞാൻ ഇത് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് സ്മോക്ക് മാറ്റാമേ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് അടുത്ത അത്ര ഉള്ളൂ പോ പോടാ പോ പതിയെ ഇതിനകത്ത് ഒതുക്കി കേട്ടില്ലെങ്കിൽ നീ എൻ്റെ കുണ്ണ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് എടാ പോലീസ് എടാ ഇവിടെ നിങ്ങൾ കണ്ടല്ല നിൽക്കാൻ ഒരു സെക്കൻഡേ ഒതുക്കി എടുത്തിട്ട് നമ്മൾ നിൽക്കേ കാണിച്ചു തരാമേ ഇവിടെ എത്ര വലിയ ട്രാഫിക് ജാമായിരുന്നു നിങ്ങൾ കണ്ടേ ഇതെന്തിലൊട്ടാ ഇവിടെ ഇപ്പം ട്രാഫിക് ജാം ഉണ്ടാടാ റെഡ് ഫോക്സടാ പോലീസടാ കുറുക്കനടാ ഇനി പോട്ട് ഇനി പോലീസ് മറ്റേ അങ്ങോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം ഇനി അങ്ങോട്ട് പോകാൻ എന്തിനാണോ എന്തെങ്കിലും ഒട്ടയാണെന്ന് പതിയെ സ്പീഡാ കുറച്ച് പോകണം കേട്ടല്ലേ ലൊട്ടത്തരൊന്നും കാണിക്കല്ലേ സേഫ്റ്റി മുഖ്യം ഇനി ഇൻറ്റീരിയർ ഇട്ട് പോവാം മണ്ണേനമ്പി മരമിരിപ്പൂ സാർ മാനോ സാർ ഇവിടെ വണ്ടി കൊണ്ട് പോവാണ് നിങ്ങൾ കുണ്ണത്തരം കാണിച്ചതിനെ പിടിച്ചും ജയിലിടും മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനം ഞാനോ അടുത്തേ നമ്പി പൂരിപ്പൂ ഞാനം ഇടിയല്ലേ ഇല്ല ഇടിക്കൂല ഞാനം ഞാനോ ഈ പുറപ്പെടുന്നേ ഒട്ട എടാ ഞാൻ ട്രാഫിക് റൂളൊന്നും തെറ്റിച്ചല്ലേ പോണം ഞാൻ മര്യാദയ്ക്ക് തന്നെ പോണം കണ്ടല്ലേ ഞാൻ അവന്മാർ ഇടിക്കാതിരിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ പോണം കം ഓൺലൈൻ CPM 2 ഗോഷു CPM എടാ എനിക്ക് ഇവിടെ ആദ്യം എനിക്ക് എൻ്റെ പോലീസ് സഹമാരെ പോയി ഇതാക്കണം അവന്മാരെ പോയി കാണണം അതിനുശേഷം ഇറങ്ങാം അതിനുശേഷം എന്തായാലും ഇറങ്ങി ഒരു ഈ സ്മോക്കിലൊട്ടായിട്ടിരിക്കണം ഞാൻ സ്മോക്ക് മാറ്റാൻ വിട്ടുപോയി സ്മോക്ക് മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനം ഞാനോ അവിടെ ഇവിടെ പിന്നെ വേറെ സീനൊന്നുമില്ല കേട്ടാ ഓ ഇറങ്ങി ആരാണത് എനിക്ക് ആരത് ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ ചുമന്നാറില്ലേ ഇവനാണ് നിക്കടാ എടാ നീ നിൽക്കാൻ പറഞ്ഞ എടാ നമ്പർ ഓട്ടിയാണ് നമ്പർ എടാ നിൽക്കുക നീ ഞാൻ അടിക്കില്ല എനിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല നിൽക്കി കാണിച്ചു ഞാൻ എന്തുകൂടെ ഊമ്പാ നടക്കണം നീ ഇറങ്ങ ലൈസൻസ് തടവിൻ്റെ ലൈസൻസ് നീ പോലീസ് വണ്ടി ഇടിച്ചിട്ടങ്ങ് നൈസായിട്ട് പോവല്ലേ നൈസായിട്ട് അങ്ങ് പോവല്ലേ ട്രാഫിക് ജാം ഇവിടെ എടാ ഇവന്മാരെ ഞാൻ നിർത്തിയ ട്രാഫിക് ജാമാണ് ജനങ്ങൾ ഇത് എടാ ഇവൻ്റെ മുഖം നീ ശ്രദ്ധിച്ചു വെച്ചോട്ടെ ഈ കുണ്ണേരെ മോൻ നീ നോക്കട്ടെ ഓക്കെ
അവൻ്റെ മോന്ത ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഒരു മറ്റേ കുണ്ണ പുഴുങ്ങിയ മോന്തയാണ് അവൻ്റെ. എനിക്ക് ഈ മോന്ത ഞാൻ മറ്റേ ഇവിടെ പോയിട്ട് ഞാൻ വരയ്ക്കോളാം. ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് പെൻസിൽ വെച്ച് വരയ്ക്കും. എനിക്ക് എൻ്റെ പോലീസ് സഹപാഠിക്ക് കാണിച്ചു കൊടുക്കും. എനിക്ക് മനസ്സിലായില്ലേ? നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ തൂക്കും നിന്നെ. മനസ്സിലായില്ലേ? ലാത്തി കൊണ്ടുവന്ന് നിൻ്റെ അണ്ടി ഞാൻ കയറ്റി നിൽക്കിപ്പം നോക്കും. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ മാറിയിരിക്കണം. ഓക്കെ, ഇൻറ്റീരിയർ കേട്ടോ. എടാ എടാ ഇവിടെ ക്യാമറ ഉണ്ടടാ, CCTV ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാമായിരുന്നു. എടാ ഞാൻ കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു, പക്ഷെ ആ വണ്ടിയുടെ ഇതാണ്, മനസ്സിലായില്ലേ? എന്നാലും അവന്മാരിങ്ങനെ ചേർന്നൊത്തി മാറി തരണ്ടേ. അത് വലിയ തട്ടല്ല. ഓ ഓ ഓ ഓ ഓ ഓ ഞാൻ സ്പീഡ് കുറച്ചു. ഞാൻ മറ്റേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓവർ സ്പീഡിൽ പോയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൂടാ, മനസ്സിലായില്ലേ? എടാ ആദ്യം ഞാൻ ശ്രദ്ധിക്കാതെ ഓടിച്ചുകൊണ്ടാണ്. എടാ 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 അത് മനപ്പൂർവ്വം ഓടിച്ചല്ലേ, അത് വന്ന് എനിക്ക് ഒരു സെക്കൻഡേ. എടാ നിൽക്കൊന്ന്, നിങ്ങളെന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ. ടെൻഷൻ അടുപ്പിക്കല്ലേ, പോലീസുകാരന് ടെൻഷൻ അടുപ്പിക്കല്ലേ. നിങ്ങളെന്ത് ഇങ്ങനെ ലൊട്ടത്തരം കാണിക്കും? നിങ്ങളെ ഞാൻ ട്രാഫിക് ജാം മാറ്റി തന്നില്ലേ? നീയൊക്കെ എന്നോട് നന്ദി പറയണ്ടേടാ ലൊട്ടകളെ. അത്രയും വലിയ ട്രാഫിക് ജാമി അവിടെ മാറ്റി കൊടുത്തു, എന്നിട്ട് ഒരു നന്ദി പോലും പറയൂല ലോട്ടകൾ. പതിയെ പോ, ഞാൻ ജനങ്ങളെ അത്ര 100-ൽ പോവാം, 100-ൽ പോകാനേ കുഴപ്പമില്ല. 110 പതിയെ സ്പീഡ് കയറ്റി നോക്കാം, വലിയ ഡേഞ്ചറില്ലാതെ പോകണം. സീരിയസ്ലി ചാറ്റ് ലോട്ടയോർ വാട്ട്. മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനോ 120 ഇത്ര സ്പീഡേ ഉള്ള. എടാ 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 അവനെ എടാ അല്ല, ഒരു സെക്കൻഡേ. ആ കുന്നയോട് എനിക്ക് ആ ഓറഞ്ച് കാറ് പുണ്ടച്ചിമോനല്ലേ അത് മറ്റേ അവനാണ് നേരത്തെ വന്ന ഓറഞ്ച് കാറ്. ചാറ്റെ സംശയിക്കേണ്ടിയിരിക്കുന്നടാ. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ സ്കെച്ച് വരയ്ക്കണോടാ. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വരയ്ക്കോടാ. മറ്റേ 2 ഫോട്ടോ എനിക്ക് വരയ്ക്കാനുണ്ട്. ആദ്യം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. എനിക്ക് കുറച്ച് എൻ്റെ കൂടെ ഉള്ള പോലീസുകാരന്മാരൊക്കെ എവിടെയാണ്? അവന്മാരൊക്കെ എന്ത് ഇത് ഒരുമാതിരി ലൊട്ടത്തരം. എനിക്ക് അവന്മാരെവിടെയാണ്? ട്രാഫിക് അതാണ് ഇവിടെ ഒരിത്തിരി കാണരുത്. എൻ്റെ പോലീസുകാരെ മറ്റേ സഹായികൾ എവിടെ? അത് നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ചാറ്റ്. ഇതെന്ത് ഞാൻ മാത്രം ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അവിടെ പോലീസ് സ്റ്റേഷൻ കാണുന്നുണ്ട്, അങ്ങോട്ട് പോവാം. പക്ഷെ സഹായത്തിന് ഇവിടെ ഒരൊറ്റ ആളെ കാണില്ലല്ലോ. അന്യായം ഓർ വാട്ട്? എടാ എല്ലാത്തിനും ഞാൻ തരാം. എല്ലാത്തിൻ്റെ വെട്ടിത്തിരിപ്പും, വണ്ടി വെച്ചുള്ള വെട്ടിത്തിരിപ്പും, ലൈസൻസ് കട്ടിങ്ങും, നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതും, തന്തയ്ക്ക് പറക്കാത്ത ഉണ്ണത്തരം കാണിക്കണം, എല്ലാം കൂടെ ഞാൻ എൻ്റെ സ്റ്റേഷനിൽ തൊട്ട് എൻ്റെ കുറച്ച് പേരെയും കൊണ്ട് ഇങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? ഒരു ലാത്തി എടുക്കും, നിൻ്റെ അണ്ടി ഞാൻ അടിച്ചു പൊട്ടിക്കും. എനിക്ക് ഓരോരുത്തന്മാരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യം എൻ്റെ സ്റ്റേഷനെ ഒന്ന് എത്തിക്കോട്ട്. മണ്ണേ നമ്പി മരമിരിപ്പൂ ഞാനോ 99. എടാ ഇവനെ എടാ ഇതെന്ത് ഒട്ട. ഇവിടെ എന്ത് പ്രശ്നം? ഇല്ല പ്രശ്നമില്ല. എടാ എൻ്റെ വണ്ടി കണ്ടല്ലേ. എടാ അത് ഇടിച്ച് നിൽക്കുക. അവിടെ നിന്ന് പോയി റിപ്പയർ ചെയ്യാം പിടപ്പിക്കല്ലേ. ആ ചെറിയ തട്ടുമുട്ടുകളൊക്കെ പറ്റിയാണ്. അത് റിപ്പയർ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കയറാം. ഇല്ല അവിടുത്തെ പറ്റില്ല. മറ്റേ ഡെപ്യൂട്ടി ചീഫ് എന്നെ ഉണ്ണത്തരം പറഞ്ഞുകൊണ്ട് വരും. മറ്റേ ലോട്ട കാര്യം പറയാല്ലേ. എടാ എന്ത് അനിയന്ത്രിതമായിട്ടുള്ള വാഹനങ്ങൾ, അനുവദനീയമല്ലാത്ത രീതിയിൽ റോഡുകളിൽ വാഹനത്തിരക്കുകൾ, ഇത് ജനസമ്മർദ്ദത്തെയും പോലീസ് സഞ്ചാരത്തെയും ദുരുപയോഗം ചെയ്യുന്ന രീതിയിൽ ജനങ്ങൾ മാറിയിരിക്കുന്നു.
ഇതിന് പരിഹാരം രാത്രി വെച്ച അണ്ടിയിലടി ഉടനെ നൽകുന്നതായിരിക്കും. ഈ ലോട്ടകൾ കാരണപ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എங்கே பார்த்தாலும் നീ അയ്യ മണ്ണേ നമ്പി മരമിരിപ്പൂനാനോ വഴി മാറി. വഴി മാറിയേ, കാര്യം പറയാല്ല. വഴി മാറി. എനിക്കിനി പെട്ടെന്ന് 1000 കോയിൻ ആക്കിയിട്ട് പറ്റില്ല. പോലീസ് സൈറൻ എടുക്കണോടാ. അതില്ലെങ്കിൽ ഇവന്മാർക്ക് അത്ര ഭയമില്ലടാ. എനിക്കത് ഞാൻ പോലീസ് സ്റ്റേഷനെ വെച്ച് മറന്നുപോയി. അത് എനിക്ക് തിരിച്ച് തരണോ എന്ന് ചോദിക്കാൻ പോകണം. അതെനിക്കിനി സെറ്റാക്കണം. 1000 കോയിൻ കൊടുത്താലേ ആ സൈറൻ എനിക്ക് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞേക്കണം. അതിന് ചോദിച്ച് വാങ്ങിക്കണോടാ. കാര്യം പറയാല്ലേ. ഇതൊക്കെ ഏത് വഴി? ഇടവഴിയാണെന്നോ ഏട്ടാ? ഞാൻ ഇടവഴി അതിക്രമിച്ച് അറിയുന്നല്ല. അത് ആ വഴി കൺഫ്യൂസ് ആയിപ്പോയി. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോവാം. ആദ്യം കംപ്ലൈൻറ്റ് അവതരിപ്പിക്കാം. അതാ രാഷ്ട്രമല്ലോ പറ്റുക. എനിക്ക് എല്ലാ കുണ്ണേനെ നോക്കണം. ആദ്യം സ്റ്റേഷനിൽ കയറിട്ട് ചാറ്റേ അവസാനം ട്രാഫിക് കുറഞ്ഞ ഇതിനെ ഇല്ലില്ല. സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടേ. ഈ സ്മോക്ക് ഇപ്പം തന്നെ പോയി മാറ്റാം കേട്ടോ. ബേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ പോയി മാറ്റും. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ ചാറ്റേ? ഇനി എന്ത്? പോലീസ് സ്റ്റേഷനിൽ എത്തിയല്ല, ഇനി അകത്തോട്ട് കയറുന്നത് പിന്നെ നാളെ പോവാം. മനസ്സിലായില്ലേ? കുറേ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ അത് പരിഹരിക്കാൻ സമയമുണ്ട്. അടിക്കണ കൊണ്ടേ എന്തായാലും ഇറങ്ങുവാണ്. എന്താ ഭയം വേണം. ഇവനൊക്കെ എന്ത് പൊക്കം ഇത്ര എന്ത്? എടാ പോലീസ് സ്റ്റേഷന് മുന്നേ നീ ഫോൺ സംസാരിക്കണം. നിൻ്റെ തന്തയ്ക്കാണ് പുണ്ണെ വിളിക്കണം. വച്ചിട്ട് പോടാ എന്നെ എടാ പുണ്ണെ ചാടി ഇടിക്കും ഞാൻ നിന്നെ. നിൽക്കേ ഇതായിരിക്കും നിൽക്കേ എടാ അനങ്ങാ നിൽക്കാം. നീ മൂന്നിലോട്ട് പോകണം. പിന്നെയോടി അതാ നിൻ്റെ തന്ത നിന്നെ തേടി നടക്കണം. നീ വീഡിയോ വിളിച്ച് എന്തെങ്കിലും ഈ ഷൂട്ടൊക്കെ ഇട്ട് നടക്കണം. വീട്ടിൽ പോകാൻ നോക്കടാ കുഞ്ഞ്. എൻ്റെ മുണ്ടി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇതിന് ശേഷം കയറാം. ഇപ്പം നാളെ കയറാം. ഇപ്പം എന്തായാലും വിട്ടുപിടിക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം അതാദ്യം തന്നെ ചെയ്യാൻ പോകണം. സ്മോക്ക് മാറ്റൽ അത്യധികം ആവശ്യകരമായൊരു സാധനമാണത്. വണ്ടി അഴുക്കായാന്ന് തോന്നിക്ക്. ചെറുതായിട്ട് അഴുക്കായി. ചുമ്മാ അല്ല പറഞ്ഞല്ലേ. ചെറിയൊരു ഇരപ്പുണ്ടായിരുന്നല്ലേ. എടാ ചെറിയൊരു ഇരപ്പുണ്ട് കേട്ടോ. അത് നിങ്ങൾ വലിയ സീനാക്കണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ജസ്റ്റ് നോക്കിയാണ് അവൻ്റെ ഇരപ്പ്. അത് മറ്റേ ഇവിടുത്തെ ഒരു സ്റ്റാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അത് വലിയ ഇതാക്കണ്ടേ. അത് കിട്ടണം. ടയർ സീനായിരുന്നു. ഞാൻ മറ്റേ മറ്റേ ട്രാഫിക് ജാമിൽ രക്ഷിക്കാൻ പോയപ്പം അതിൻ്റെ. പിന്നെ വിഷ്വൽ ട്രെയിനിങ് അല്ലല്ലോ എന്തെങ്കിലും ഒരു സാധനം വെച്ച് അതേ വിഷ്വൽ ട്രെയിനിങ്ങിൽ പെയിൻറ്റിൽ സ്മോക്ക് അത് ബ്ലാക്ക് ഇപ്പോൾ സെറ്റായിട്ടുണ്ടോ. ഇനി പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് എന്ത് സംഭവിച്ചെന്നുള്ളത് നാളെ നോക്കി വെച്ചിട്ട് എല്ലാ എണ്ണത്തിനും ഞാൻ സീനാകും. കാര്യം പറയാല്ലേ നാളെ കാണിച്ചു തരാം ചേട്ടൻ.